പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. മീനിൻ്റെ പേരെന്തോന്ന് അറിയത്തില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല വലിയ മീനാണ് കേട്ടോ, വലിയ മീനാണ് ഇത്. 100 രൂപ കൊടുത്തപ്പോഴത്തേക്ക് 3 എണ്ണം കിട്ടി നമുക്ക്. അപ്പോൾ ഈ മീനാണ് നമ്മുടെ ഇന്നത്തെ കറി. നമുക്ക് എന്താവുമെന്ന് നോക്കാം. കറി എങ്ങനെ വെക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. മുളക് കറി ആയിരിക്കും വെക്കുന്നത് നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ നമുക്കിത് മുളക് കറി വെക്കാം. പിന്നെ നല്ല അടിപൊളി വറുക്കാനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. മീനിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്കിത് വെട്ടിയിട്ടിട്ട് നമുക്ക് കറി വെക്കാം. ഈ മീനിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് കമൻറ്റൊക്കെ ഈ മീനിൻ്റെ പേരെന്തുവാന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കണമ്പ്, തോണിച്ചാടി എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് മീനാണെന്നുള്ളതിന് കറക്റ്റ് എൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മീൻകാരൻ ഇടയ്ക്ക് എന്തോ ഒരു പേര് പറഞ്ഞു. പക്ഷേ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന പേരുകളൊന്നും അല്ല അയാൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ മീൻ ആദ്യം ഞാൻ വിചാരിച്ചത് 100 രൂപയ്ക്ക് 2 എണ്ണം നഷ്ടമാണോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ. പിന്നെ ഞാൻ അടുത്തൂടെ പോയ ഒരാൾ കാരണമാണ് കേട്ടോ എനിക്ക് 3 എണ്ണം എടുത്ത് വെച്ച് തന്നത്. അപ്പോൾ ഈ മീൻ എനിക്ക് തോന്നുന്നു ലാഭം തന്നെ. കാരണം 100 രൂപയ്ക്ക് നമ്മൾ മത്തി മേടിച്ച് കഴിഞ്ഞാൽ ദിവസവും കൂട്ടുന്നത് മത്തി തന്നെ അല്ലേ. അപ്പോൾ ആ മത്തിയെക്കാട്ടിൽ നല്ല മീൻ തന്നെയാണ് ഇത് കേട്ടോ. കറി വെച്ച് കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ മീൻ ടേസ്റ്റ് ഉള്ളതായിട്ടും പിന്നെ അടിപൊളിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല, അതുകൊണ്ടാണ് 100 രൂപയ്ക്ക് തന്നിയെന്ന് വിചാരിച്ചു. പിന്നെ കറിയൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല അടിപൊളി മീൻ തന്നെയാണെന്ന് മനസ്സിലായത് കേട്ടോ. ഈ മീനിൻ്റെ തോല് ഉരിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ചെതമ്പലെല്ലാം കളഞ്ഞിട്ട് തോലങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. തോല് ഉരിഞ്ഞിട്ടാണ് ഞാനിവിടെ കറി വയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മീൻ കറി വെച്ചിട്ട് അതിൻ്റെ ചൂരയുടെ തോല് ഉരിഞ്ഞില്ലെന്നും പറഞ്ഞ് കുറേ കമൻറ്റ് കണ്ടു. പക്ഷേ ഈ തോല് ഉരിയാൻ പറ്റുന്ന ചൂരയുണ്ട്, തോല് ഉരിയാൻ പറ്റാത്ത ചൂരയുണ്ട് കേട്ടോ. ചെറിയ ഒട്ടും കനവില്ലാത്ത കട്ടിയില്ലാത്ത മാംസമൊക്കെ ആണെങ്കിൽ, കട്ടിയില്ലാത്ത നമ്മുടെ തോലൊക്കെ ആണെങ്കിൽ ചൂരയ്ക്കൊക്കെ അങ്ങനത്തെ ചൂരയും കാണുമല്ലോ. തോലുരിയാനൊക്കെ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തോലുരിയാതെ പോയ നമ്മുടെ ചൂരകളും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു മീൻകറി വെച്ചിട്ട് അതിനെ തോല് ഉരിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും ഇത് ഒരു കറി അങ്ങോട്ട് വെക്കാൻ പോവുകയാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീൻകറി വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് വെച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ മീൻകറിയും വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കട്ടിയുള്ള മീനൊക്കെ ഇല്ലേ, അപ്പോൾ ഈ നല്ല കുടുക്ക മീനൊക്കെയാണ്, ചൂരയും കുടുക്ക മീൻ ഒന്നാണല്ലേ, എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മീനൊക്കെയാണ് സാധാരണ ഇങ്ങനെ കറി വെക്കാറുള്ളത്. പക്ഷേ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. എന്നിട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി വേണം കിട്ടാൻ. പക്ഷേ ഇഞ്ചി ഇടുന്നതിലോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. സവാളയും വെളുത്തുള്ളിയും മാത്രം മതി. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ചട്ടിക്കകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ മീനൊക്കെ പൊക്കിയെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇതൊരു പ്രത്യേക രീതിയിലെ കറിയാണേ. അപ്പോൾ ഇങ്ങനൊരു കറി വെച്ചപ്പോൾ തന്നെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൂര മീൻ കറി വെച്ചപ്പം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ മീനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അന്ന് ആ ചൂരക്കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ കറിക്ക് വേണ്ട മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അപ്പുറത്തെ ചട്ടിയിൽ ഞാനൊരു പാനൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ കറിക്കകത്തോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറിക്കകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ കറി അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമൊന്നും ഒഴിച്ചില്ല, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മീനൊക്കെ ഇപ്പം ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇടന്ന് തിളച്ചങ്ങ് വേകുമല്ലോ. എന്നാലും ഈ ഒരു രീതിയിൽ ഒന്നും റെഡിയായി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടിയൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മറക്കരുത്. നേരത്തെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ആ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കറിയേ ഞാനിവിടെ വെക്കുന്നുള്ളൂ. അപ്പോൾ അതേ മീൻ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊരു മാങ്ങാച്ചാർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാനൊന്ന്
അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ അതൊക്കെ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് വറുത്തിട്ട് അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കുറേ അങ്ങ് വിനാഗിരി ഒഴിച്ച്, കുറേ അല്ല കേട്ടോ, കുറച്ച് വിനാഗിരി അങ്ങോട്ട് ഒഴിച്ചിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഉപ്പ് ഇട്ട് പിന്നെ നമ്മുടെ മാങ്ങയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ധൃതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം അതും കൂടെ റെഡി. പക്ഷേ മാങ്ങാച്ചാർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങാച്ചാർ റെഡിയാകും. ചില ദിവസങ്ങളിലൊക്കെ മാങ്ങാച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ നോക്കുമ്പോഴൊക്കെ മാങ്ങാച്ചാർ കുളമായി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടവും കൂടെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാവുമേ. അപ്പോൾ പപ്പടം കൂടെ വറുത്തെടുത്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് പപ്പടം വാങ്ങാൻ ഒരാളും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവൂസ് ഈ പപ്പട കൊതിച്ചിയാണ്, അതുകൊണ്ട് പപ്പടം വാങ്ങാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പപ്പടം ലാസ്റ്റ് വീഡിയോസ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും പപ്പടം ഇല്ലാത്ത ഒരവസ്ഥയായിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു, എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ ഉച്ചയൂണ് റെഡിയായി. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു മനസ്സമാധാനം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഫുഡും ഉണ്ടാക്കി ക്ലീനും ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് നല്ല അടിപൊളി പേരറിയാത്ത മീൻകറിയും പിന്നെ അച്ചാറ് പിന്നെ നമ്മുടെ മീൻ ഫ്രൈ പപ്പടം, ഇത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ച്. എൻ്റെ മീൻകറിയൊക്കെ നല്ല അടിപൊളി കളറിലിരിക്കുന്നത് കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മീൻ. നല്ല ലാഭവുമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.